ഇനി നമുക്ക് കൊല്ലം കുളക്കടയിലേക്കൊന്ന് പോയി വരാം. അവിടെ ഒരു ശബരിമല ഇടത്താവളം ഉപയോഗമില്ലാതെ നശിക്കുകയാണ്. ഭക്തർക്കായാണ് ഇത് നിർമ്മിച്ചതെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് ഇപ്പോൾ ഈ ഇടത്താവളം. വേണ്ട വിധത്തിലുള്ള പഠനം നടത്താതെയാണ് അശാസ്ത്രീയമായി ഈ ഇടത്താവളം നിർമ്മിച്ചതെന്നും പരാതിയുണ്ട്. ഏനാത്ത് കുളക്കട പാലം ജംഗ്ഷനിലെ ശബരിമല ഇടത്താവളമാണ് കാടുകയറി നശിക്കുന്നത്. ഈ ശബരിമല മണ്ഡലകാലത്തും ഒരു ഭക്തർക്കും ഇടത്താവളം ഉപയോഗപ്പെടില്ല. ഇങ്ങനെ ഒരു വിശ്രമ കേന്ദ്രം ഭക്തർക്കായി ഉണ്ട് എന്ന് അധികമാർക്കും അറിയുക പോലുമില്ല. ഏനാത്ത് പാലം പുനർനിർമ്മാണ കാലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലത്തിന് സമീപത്താണ് ഇടത്താവളം നിർമ്മിച്ചത്. ബെയിലി പാലത്തിന്റെ തന്നെ അടിത്തറയിലാണ് നിർമ്മാണം. ആറ്റിലേക്ക് ഇറങ്ങാൻ പടിക്കെട്ട് നിർമ്മിച്ചെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പിന്നീട് മറ്റൊരു പടിക്കെട്ട് നിർമ്മിച്ചെങ്കിലും അത് ആറ്റിലെ ആഴമുള്ള ഭാഗത്തേക്കാണ് ചെന്നെത്തുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് ഒരു അത്യാവശ്യം ഈ ദീർഘദൂര ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശ്രമിക്കാനും അത്യാവശ്യം കുളിക്കേണ്ടവർക്ക് കുളിക്കാനും പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ പറഞ്ഞ ഒരു പദ്ധതിയാണ് കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള പദ്ധതിയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഒരു ഗുണമില്ല, ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും ആർക്കറിയുന്നില്ല. ഈ പറയുന്ന ഭക്തജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് മുഴുവൻ കാട് മൂടിയ നിലയിലാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും വരുന്നുണ്ട്, മദ്യപിക്കാനായാലും കടപ്പായാലും രാത്രിയിലായാലും എല്ലാം. നമുക്കിതൊരു ഭയങ്കര ശല്യമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ ആരോടൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ അവർ തിരിഞ്ഞ് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കാര്യം, ഇതെല്ലാവർക്കും ഇരിക്കാനല്ലോ എന്നൊക്കെ ചോദിക്കും. 5 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും അധികൃതർ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് എന്തിനോ വേണ്ടി ഒരു ഇടത്താവളം നിർമ്മിച്ചു. ഇങ്ങനെ ഒരു ഇടത്താവളം ഇവിടെയുണ്ട് എന്ന് ശബരിമല തീർത്ഥാടകരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടം വൃത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല. ആകെ ഗുണമുണ്ടായത് സാമൂഹ്യ വിരുദ്ധർക്ക് മാത്രമാണ്. ക്യാമറാമാൻ രാജ്കിരണിനും അമലിനുമൊപ്പം സലിം മാലിക്, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.